പിന്നെ കോവിഡ് വന്നത് ഒരു നെഗറ്റീവായിട്ട് നമുക്ക് കാണണ്ട. കാരണം കോവിഡ് വന്നത് നമുക്കൊരു പോസിറ്റീവായിട്ട് കാണാം. കാരണം ഇതുവരെയും നമുക്ക് ടെക്നോളജിയിൽ അച്ചീവ് ചെയ്യാൻ കഴിയാത്ത പല കാര്യങ്ങളും ഈ കോവിഡ് വന്നതിന് ശേഷമാണ് നമ്മൾ അച്ചീവ് ചെയ്തിട്ടുള്ളത്. ടെക്നോളജി വൈസ് അല്ലെങ്കിൽ ആ ഒരു പ്ലാറ്റ്ഫോമില് ശരിക്കും ബൂമായി, ഒരുപാട് ബൂമായി. അപ്പോ ഒരു സോഫ്റ്റ്വെയർ റിലേറ്റഡ് ആയിട്ടുള്ള, പ്രത്യേകിച്ച് റിയൽ എസ്റ്റേറ്റ് ഇൻഡസ്ട്രി എന്ന് പറയുന്ന ഒരു അൺഓർഗനൈസ്ഡ് ഇൻഡസ്ട്രിയാണ്. അപ്പോ ഈ ഒരു കാലഘട്ടത്തിലാണ് ശരിക്കും ഇതിന്റെ ആവശ്യകത തിരിച്ചറിയുന്നത്. കാരണം പലപ്പോഴും നമുക്ക് സൈറ്റുകളിലേക്ക് നേരിട്ട് വിസിറ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ സോഫ്റ്റ്വെയറിനെ ആശ്രയിക്കേണ്ടി വന്നു. 2 സിസ്റ്റംസ് ബിൽഡ് ചെയ്ത് കൃത്യമായിട്ടുള്ള ഒരു ട്രെയിനിങ് പ്രൊസീജിയേഴ്സ് കൃത്യമായി കൊടുക്കാൻ സാധിച്ചു. 3, മുൻപൊക്കെ പുറത്തുണ്ടായിരുന്ന കസ്റ്റമേഴ്സിന് അവർക്ക് നാട്ടിൽ വന്നിട്ട് വേണമായിരുന്നു ഒരു സൈറ്റ് പോയി വിസിറ്റ് ചെയ്യാൻ. ഇപ്പോൾ അത് മാറി, അത് കുറച്ചുകൂടി വിർച്വൽ സൈറ്റ് വിസിറ്റിലേക്ക് കൊണ്ടുവന്നു. അപ്പൊ ടെക്നോളജി മാറിയതിന് ഒരുപാട് ഒരു സൈഡിൽ അഡ്വാൻറ്റേജസും ഉണ്ട്. ഒരു സൈഡിൽ ശരിയാണ്, നമ്മളൊരു 2-3 മാസം സ്ട്രഗിൾ ചെയ്തു എന്നുള്ള സത്യമാണ്. പക്ഷെ അതിന്റെ 100 ഇരട്ടി, ഒരു 10 ഇയേഴ്സ് കൊണ്ടോ 15 ഇയേഴ്സ് കൊണ്ടോ എടുക്കേണ്ട ഗ്രോത്ത് 2 കോവിഡ് വന്നതോടുകൂടി എൻ്റെ ഇൻഡസ്ട്രിക്ക് കിട്ടിയ ഒരു അഡ്വാൻറ്റേജ് ആണ്.